അൽഗോരിതം അതാണ് നിങ്ങൾ ഓൺലൈനിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇവ തന്നെ നിങ്ങളെ തെറ്റായ വിവരങ്ങളിലേക്ക് നയിക്കാം. ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളോട് ചേർന്ന് പോകുന്ന പലതും അവിടെ നിന്ന് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ ഇവ ശരിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? നമസ്കാരം, ഞാൻ ജയന്ത് മാമൻ മാത്യു, മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, മീഡിയ വൈസിൻ്റെയും ഫാക്ട് ശാലയുടെയും അംബാസിഡർ കൂടിയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പക്ഷം പിടിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബവും വ്യക്തിപരമായ അനുഭവങ്ങളും എല്ലാം ചേർന്നാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തു തീരുമാനമെടുക്കുന്നു, ഓൺലൈനിൽ എന്തൊക്കെ തിരയുന്നു എന്നതെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും ചേർന്നു പോകുന്ന ആശയങ്ങളുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, യൂട്യൂബ് വീഡിയോകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്നിവ നമ്മൾ കണ്ടുപിടിക്കുന്നു. രാഷ്ട്രീയം, സാമ്പത്തികം, സ്പോർട്സ് എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇത് സംഭവിക്കാം. അതേസമയം ഇതേ വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരായ വിവരങ്ങളും തെളിവുകളും അവഗണിക്കുകയും ചെയ്യും. ഇതിനെ സ്ഥിരീകരണ പക്ഷപാതം അഥവാ കൺഫർമേഷൻ ബയസ് എന്ന് വിളിക്കുന്നു. ഈ കൺഫർമേഷൻ ബയസ് എങ്ങനെ മറികടക്കാം? നിങ്ങൾ ഓൺലൈനിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്ന പോസ്റ്റുകൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ചായ്വുള്ള വിഷയങ്ങളും നിലപാടുകളും അതിലൂടെ കണ്ടെത്താം. ഈ ചായ്വ് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. വിവരങ്ങൾക്കും വാർത്തകൾക്കുമായി ഒന്നിലധികം സോഴ്സുകൾ ആശ്രയിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വാർത്തകൾക്ക് ടിവിയെ മാത്രം ആശ്രയിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഓൺലൈൻ വാർത്തകൾ കൂടി കാണാൻ ശ്രമിക്കുക. ഇനി മെസ്സഞ്ചർ ഗ്രൂപ്പുകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ആണ് നിങ്ങൾ വാർത്തകൾ അറിയുന്നെങ്കിലോ, അങ്ങനെയെങ്കിൽ ഇൻഫ്ലുവൻസർമാരെ ഫോളോ ചെയ്യുന്നതിന് പകരം ജേർണലിസ്റ്റുകളെയും ഫാക്ട് ചെക്കർമാരെയും ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. വിവിധ പ്രാദേശിക വാർത്താ ഉറവിടങ്ങൾ ഉപയോഗിക്കുക. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ള ദേശീയ പത്രങ്ങൾ വായിക്കുക. ഇങ്ങനെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും വിശാലവും വ്യക്തവുമായ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ എഡിറ്റോറിയൽ നയങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കാൻ അവരുടെ വെബ്സൈറ്റിലെ അബൌട്ട് സെക്ഷൻ നോക്കുക. തുടർന്ന് അവരുടെ മാധ്യമ ധാർമ്മികത മനസ്സിലാക്കാൻ ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ്, കറക്ഷൻ പോളിസി എന്നിവയും വായിക്കുക. അതുവഴി ആ മാധ്യമത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തയുടെ നിലവാരം വിലയിരുത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അഭിപ്രായവും വാർത്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കൽ. മാധ്യമങ്ങൾ പലപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉൾക്കൊള്ളുന്ന കോളങ്ങൾ, എഡിറ്ററുടെ കത്തുകൾ, എഡിറ്റോറിയലുകൾ എന്നിവ നൽകാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഓപ്പെഡ്, എഡിറ്റോറിയൽ, കാഴ്ചപ്പാട്, അഭിപ്രായം എന്നിങ്ങനെയുള്ള വാക്കുകൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഉദാഹരണത്തിന് 2011 സെൻസസ് കണക്കുകൾ, COVID-19 ഉണ്ടാക്കിയ ആഘാതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ സംസാരിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. ഇതേക്കുറിച്ച് പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന അഭിമുഖങ്ങൾ ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാണ്. എന്നാൽ അതേ ഡേറ്റ ഉപയോഗിച്ച് നയങ്ങൾ മാറ്റാൻ ഒരു രാജ്യത്തോട് ആവശ്യപ്പെടുന്ന പോസ്റ്റ് ഇട്ടാൽ അതൊരു അഭിപ്രായമാണ്. നിങ്ങൾ തേടുന്ന വാർത്തയെ നിങ്ങളുടെ നിലപാട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നിലധികം
സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ അറിയാൻ ശ്രമിക്കുക. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ കിട്ടാൻ ഇത് സഹായിക്കും. നന്ദി, നമസ്കാരം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കാം.